ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഞാൻ റിയ. വെൽക്കം ബാക്ക് ടു റിയാസ് വ്ലോഗ്. Hi, it's me Rami Rafiq. It's me Abdullah Bujair. It's me Razi. ചെറിയ സാധനമൊക്കെ ഉണ്ട്, പക്ഷെ ഇത് പണി വല്ലതാണല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ്. ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഫുൾ ചിക്കൻ ഈറ്റിംഗ് ചലഞ്ചാണ്. അപ്പോൾ ഈ ചലഞ്ച് ചെയ്യുന്നത് പാപ്പാൻ്റെ ഫ്രണ്ടിൻ്റെ ബുജൈർ സാറ്, റഫീഖ് സാറ്, മക്കളും പിന്നെ എൻ്റെ ബ്രദറും കൂടിയാണ്. നമ്മൾ ഈ ചലഞ്ചിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ വാങ്ങുന്നത് മദീന സയത്തെ ലുലുന്നാണ്. സ്പൈസി ഗ്രിൽ ചിക്കനാണ്. അപ്പോൾ ഇവർ ചലഞ്ച് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇവർ ചലഞ്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ 10 മിനിറ്റ്സിൽ ഈ ഫുൾ ചിക്കൻ ആര് ഫസ്റ്റ് തിന്ന് തീർക്കുന്നതല്ല, ആര് ഏറ്റവും കൂടുതൽ തിന്നുന്ന അവരാണ് വിന്നർ. അപ്പോൾ ലോസ് ചെയ്യുന്നവർക്ക് പണിഷ്മെൻ്റ് ഉണ്ട്. അത് ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നതായിരിക്കും. Hi, it's me Rami Rafiq. It's me Abdullah Bujair. It's me Razi. അപ്പോൾ നമ്മൾ ടൈമർ ഇട്ട് സ്റ്റാർട്ട് ചെയ്യലായി. അപ്പൊ നമുക്ക് വേഗം തന്നെ ചിക്കൻ ചലഞ്ചിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. അപ്പൊ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ഇത് കഴിക്കാൻ. കുറച്ച് അങ്ങോട്ട് എത്തുമ്പോ അറിയാം. സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. നല്ലനെ കഴിക്കണം. അപ്പൊ നമുക്കിവിടെ സൈഡ് ഡിഷ് മയണൈസ്, കെച്ചപ്പ്, ഡ്രിങ്ക്സും ഉണ്ട്. അങ്ങനെ ഇവിടെ വേസ്റ്റ് എല്ലാം ഇടാനായിട്ട് ഒരു പ്ലേറ്റും ഉണ്ട്. 10 മിനിറ്റ് ടൈമിലും വേണ്ടുന്നു. അത് മേലെ തിന്നിടാ. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. എത്ര ടേസ്റ്റ് ഉണ്ട് പറയാൻ. രാധിക്ക് ഇഷ്ടപ്പെട്ട ഡിഷാണ്, അതുകൊണ്ട് ഓനാ വിൻ ചെയ്യാനുള്ള സാധ്യത. മിഷമാരും വിട്ടുകൊടുക്കില്ല. ലഗെല്ലാം തിന്നാൻ ഈസിയാണ്. ഇനി ബ്രസ്റ്റിലേക്ക് കടക്കുമ്പോൾ ടഫ് സ്റ്റേജൊക്കെ വരുന്നു. കിട്ടേണ്ട സാധനം എന്നിട്ട് എങ്ങനെ പറിക്കുന്നടാ? പറിച്ചു തരാ.
ഇതിലെങ്കിലും തീർത്താ എടാ റാമിക്ക് ലഗ്ഗാ ഇഷ്ടം. വേസ്റ്റിലുണ്ട്. റാമി ബെറ്റിലും വെച്ച് ആരും ജയിക്കില്ലെന്നെല്ലാം ചോദിച്ചിട്ട്. പിന്നെ ഔട്ടാണ് ആക്കൊരു ബെസ്റ്റ് പണിഷ്മെന്റ് ഉണ്ട്. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. മിക്കവാറും നമുക്ക് തന്നെ ആയിരിക്കും. ഇത് നമ്മൾ ഫസ്റ്റ് ടൈം വേണ്ടി ചില തെറ്റ് കുറ്റങ്ങൾ സംഭവിക്കുക. അതെല്ലാം ഞാൻ ഒരു forgive ചെയ്തത്. ചില റിഹേഴ്സൽ ഉണ്ടാവും. ഫസ്റ്റ് ടൈം ഞാൻ ഇതിൽ ഫുഡ് ഈറ്റിംഗ് ചാലഞ്ചിൽ എന്റെ കോയി ഇങ്ങനെയായി. ബാക്ക്ഗ്രൗണ്ട് നമുക്ക് നല്ല ഇൻസ്പിറേഷൻ നൽകുന്നുണ്ട്. എന്റെ പീസ് ഇത്ര ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഫാസ്റ്റ് ആയിട്ട് ഞാൻ തിന്നാം. ടൈമർ അധികം ഇല്ല. ടൈം എത്ര? ഭയ്യ നമുക്ക് കിട്ടൂല. അഞ്ച് മിനിറ്റ് ആയി. ഫാസ്റ്റ് ആയിക്കോ. ഫിനിഷ് ആക്കും. ലാസ്റ്റ് അവര് ചുട്ടത് ശരിയായിട്ടപ്പാ. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തെല്ലോ എന്തെല്ലോ പറയുന്നു. അതന്നെ വിശൽത്തുന്നൊരാട്. ടൈമിൽ കുറച്ച് 4 മിനിറ്റ് ആയി. ഫാസ്റ്റ്. പക്ഷേ പിടിച്ച് എല്ലാവരും ഞാൻ വേഗം തിന്നു. റാമിക്ക് കഴിയുന്നില്ല. അതിന് സംസാരിക്കാനല്ലേ പറ്റില്ല. പക്ഷെ തിന്നാനൊന്നും പറ്റില്ല. റാമി കാണുന്നുണ്ടായിരുന്നു. ടൈം 3:51. 47. അതിന് കണ്ടോ ഓന് തലവേദനയിലാന്ന് പറഞ്ഞ് തോപ്പിക്കാൻ വേണ്ടിട്ട് തിന്നുന്നതാണ്. എന്നാണ് അതുകൊണ്ടൊന്നല്ല, പണിഷ്മെന്റ് ഉണ്ടാവണ്ടാണ്. എല്ലാരും അതും വിചാരിച്ചിട്ടാ വേഗം തിന്നുന്നു പണിഷ്മെന്റ് കൊണ്ട്. എന്റെ മോനെ Two minutes 45 seconds. അതു പണിഷ്മെന്റ് ഓർത്തോളൂ. അബ്ദിപ്പ അങ്ങനെ ഇട്ട് പൊതുങ്ങോ, പേടിപ്പിക്കല്ല. 2. ഇനി 2 മിനിറ്റ്സേ ഇല്ലോ. ഫാസ്റ്റ് ആയിക്കോ. പെട്ടെന്ന് കത്തിയിട്ട് അയ്യോ ക്ഷീണം പിടിച്ച നോക്കണത് നീ ഓൻ്റെ നോക്കാണ്ട് നീ വണ്ടി ചെയ്യുന്നതാണ് ജീവിക്കുന്നത്. പോയിട്ട്
Last apa ini? ചുമക്കല്ലടാ. Iya. വെള്ളം കുടിക്കേ. 1 മിനിറ്റ് തിന്നോ. നോക്കണ്ട അതൊന്ന് വെയിറ്റ് ചെയ്യടാ. ഇത് വെയിറ്റ് ചെയ്യാൻ ആർക്കൊന്നും കഴിയില്ല. പണിഷ്മെന്റ് ആണ്. നമുക്ക് പണിഷ്മെന്റ് വേണ്ടെന്ന് വെച്ചാലോ. ഇനി 30 സെക്കൻഡ്സ് ഇല്ലും 2 മിനിറ്റ് എക്സ്ട്രാ ആണോ? എന്തായാലും എക്സ്ട്രാ ടൈം വേണ്ടേ? ഇന്ന് ഫുട്ബോളാ. അവിടെ 17 സെക്കൻഡ് 16. എന്തോ കഴിക്കുന്നു. 6 5 4 3 2 1 ടൈം അപ്പ്. കഴിഞ്ഞു. നമുക്ക് പ്ലേറ്റ് മാറ്റിയാലോ? റാസി നമുക്ക് പ്ലേറ്റ് മാറ്റാം. എന്റെ പ്ലേറ്റ് എടുത്തു. ലുക്ക് ദിസ്. എന്റെ നോക്കൂ. ഗൈസ് ഇതിൽ ഈ സൈഡ് കാണിച്ചു കൊടുക്ക്. ഈ സൈഡ് അബ്ദുവിന്റെ ഈ സൈഡ് നോക്ക്. അങ്ങനെ ഈ സൈഡ് ഫിനിഷ് ആക്കി. ഫിനിഷ് ആക്കിയിട്ടില്ല. എനക്ക് എന്റെ ഫിനിഷ് ആവാൻ പോകും. ഞാൻ ഓൾമോസ്റ്റ് ഫിനിഷ് ആക്കണ്ടേ. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ് റാസി. അപ്പൊ ഈ ചാലഞ്ചില് വിന്നർ റാസിയും റണ്ണർ റാമിയും ലോസർ അബ്ദു ആണ്. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഋതുത്താന്റെ അനിയൻ തന്നെ വിന്നറായി. ഇത് ഓർഡർ തന്നെ കറക്റ്റ്. വിന്നർ റണ്ണർ ലൂസർ. അപ്പൊ ലൂസർ എന്ത് പണിഷ്മെന്റ് വെച്ചാല് ഇതാ ഇവിടെ ഒരു വലിയ സാധനം ഇരിക്കുന്നുണ്ട്. ചെറിയ സാധനം ഒക്കെ ഉണ്ട്. പക്ഷെ ഇത് പണി വല്ലതാണല്ലേ. അപ്പൊ ഇത് നമുക്ക് ഗ്ലാസ്സിൽ പൊട്ടിച്ചിട്ട് മുട്ട പൊട്ടിച്ചിട്ട് ഗ്ലാസ്സിലേക്ക് വെച്ചിട്ട് അബ്ദു കൊടുക്കാം. ഓക്കെ. അപ്പൊ ഇത് ഗ്ലാസ് പൊട്ടിക്കല്ല. അതാ പൊട്ടിച്ച് ഇതെങ്ങനെ ആക്കല്? അങ്ങനെ കളക്കണോ? ഒന്നും കളക്കണ്ട. നിനക്കല്ല അങ്ങനെ ഒറ്റ വലിയൊന്നുമില്ല. ഒരു ചെറിയൊരു ഇത്. അതാണ് പണിഷ്മെന്റ്. No. ഇല്ല അതാണ് പറഞ്ഞ ചിക്കൻ അങ്ങനെ കൂടി വിടൂല. ഇത് കുടിക്കാതെ മതി. ലാസ്റ്റ് ഇല്ല ലാസ്റ്റ് ഇത് ഫുള്ള് കുടിക്കാതെ എണീക്കാൻ വിടൂല. എണീക്കാൻ വിടൂല. കുടിക്കടാ. അതിലൊട്ടിത് ഞാൻ മതി. അതാണ് പണിഷ്മെന്റ്. കൊയ്യുന്നതിന് കുടിക്കണം. കുടിക്കണം. ഈ യെല്ലോ സാധനം വേണ്ട. ഞാൻ വേണമെങ്കിൽ അതാണ് ഇത്. റാമി വിട്ട് ഞാൻ കുടിക്കാൻ. അല്ലട റാമിയല്ല കുടിക്ക്. യെല്ലോ ഫാറ്റാണ്. ഫാറ്റുമായിട്ട് കുടിക്കാം. കുറച്ചും കൂടി ഇല്ല ഓനെ കുടിക്കുന്നു. പക്ഷെ എക്സ്പീരിയൻസ് ചോക്കായിരുന്നു കുടിക്കുന്നാണോ? കുറച്ചും കൂടി വിടാൻ കുടിക്കാം. എടാ നമുക്ക് പേര് പണിഷ്മെന്റ് അതന്നെ. അടുത്ത പ്രാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് പറഞ്ഞിട്ട് തുടങ്ങിയ ഓനാന്ന്.
മതിടാ മതി മതി ഇതാ അങ്ങനെ അബ്ദു മുട്ട ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഡ്യൂ ഇതാ എല്ലാം കഴിഞ്ഞു. എക്സ്പീരിയൻസ് അടുക്ക് ഇനി എക്സ്പീരിയൻസ് പറയാം മുട്ടന്റെ. ഭയങ്കര ടേസ്റ്റ്. മുട്ട കുടിച്ചോ? എങ്ങനെയുണ്ടായിരുന്നു പറ. ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. അവിടെ ഞാൻ കൊറേ കുടിച്ചിരുന്നു. അപ്പൊ മതി മതി ഓവർ ചളിയാക്കണ്ട. മതി മതി മതി. റാമി പറഞ്ഞു, ബോസ് പറഞ്ഞു, ബിഗ് ബോസ് പറഞ്ഞു. നമുക്കിപ്പോ ചാലഞ്ച് എല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമാക്കാം. ഓക്കെ, വൈൻഡപ്പ് നിങ്ങളോട് റയ്യ പറയുന്നതായിരിക്കും. അപ്പൊ നമ്മ മൂന്നാളും ഇപ്പൊ സി യു നെക്സ്റ്റ് എപ്പം വരുന്ന നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, ബൈ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ചലഞ്ച് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതോടൊപ്പം തന്നെ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടാൻ തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ഇനി എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.